കാസർകോട്ടെ ആളുകളുടെ ഷോപ്പാണ്. അവരാണ് ഈ മദീന സായിദിനെ ഇത്ര ഉഷാറാക്കിയത്. മുമ്പൊക്കെ ഡെയിലി വരുന്നത് വായി നോക്കാനാണ്. എന്തായി സുഖല്ലേ? കറുത്ത പെണ്ണിനെ വെളുപ്പിച്ചിട്ടായിരിക്കും വെളുത്ത പെണ്ണിനെ കറുപ്പിച്ചിട്ടായിരിക്കും. പ്രാന്തമുടി എന്നാ പറയല്. അയ്യോ സോറി ഞാൻ കൂളിംഗ് ഗ്ലാസ് ഇടാൻ പറഞ്ഞു. എന്നിട്ട് എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് കുറേ ഗ്യാപ്പ് വന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ അബുദാബിയിൽ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അബുദാബിയിൽ എല്ലാവരും വരുന്നൊരു സ്ഥലമാണ്. അബുദാബിയിൽ എല്ലാവരും വന്നിട്ടും ഉണ്ടാവും, വരാത്തവരാരും ഉണ്ടാവില്ല. അബുദാബിൻ്റെ തറവാടെന്ന് തന്നെ പറയാം. അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ പറയാം. എൻ്റെ കൂടെ ഇന്നുള്ളതെന്ന് പറഞ്ഞാൽ ആരുള്ളത്? എൻ്റെ കൂടെ ഇപ്പോൾ സ്റ്റെപ്പ് ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഇങ്ങോട്ട് വന്നേ. അപ്പോൾ മൂപ്പരെൻ്റെ റൂംമേറ്റ് വന്ന് എൻ്റെ കസിനായിട്ടും വരൂ. മൂപ്പരെ പേര് ഷംസു. സ്നേഹത്തോടെ എന്താ വിളിക്കല്? നമ്മളെല്ലാവരും ഉച്ചാന്ന് വിളിക്കല്. മൂപ്പരെ കുറിച്ചിട്ടും മൂപ്പരെ നമ്മുടെ മദീന സായിദിന്റെ വിശേഷങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് വിശേഷങ്ങൾ അവിടെ വെച്ച് കാണാം. അപ്പോൾ അവിടത്തേക്ക് നടക്കാം. നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് ഇത് വരുന്നത്. പിന്നെ ഒരു പ്രത്യേകിച്ചിട്ടൊരു കാര്യം പറയാനുണ്ട്. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അബുദാബിയിലെ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക. നമ്മൾ ഏകദേശം ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. എന്താ പറയാനുള്ളത്? അതായത് മദീന സായിദിനെ കുറിച്ചിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, മുമ്പത്തെ മദീന സായിദ് എന്ന് പറഞ്ഞാൽ രാത്രി ഒരു 11 മണിയാകുമ്പോഴേക്കും ഞാനും കുറച്ച് സെക്യൂരിറ്റി മാത്രമേ മദീന സായിദിൽ ഉണ്ടാവൂ. കാരണം 11 മണിയാകുമ്പോൾ തന്നെ മദീന സായിദ് ഷോപ്പിംഗ് സെന്റർ അടക്കൂ. പിന്നെ 2003-2004 ആ ടൈമാണ് നമ്മളുടെ അബുദാബിയിലെ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റായ ഹന്താളിൽ ഉണ്ടായ മാർക്കറ്റിന് തീ പിടിക്കുന്നത്. അങ്ങനെ അത് തീ പിടിച്ച് ഏകദേശം അവിടെയുള്ള ഷോപ്പുകളൊക്കെ ഏകദേശം കത്തി നശിച്ചു. അതിന് ശേഷമാണ് അവിടെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് ഷോപ്പുമായിട്ട് വരുന്നത്. എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ WTC പഴയ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി മാർക്കറ്റായിരുന്നു. നമ്മളെ നാട്ടിലുള്ള എന്താ പറയാ, ഒരു ചന്ത എന്ന് പറയാം മലനാട്ടിലുള്ള. പിന്നെ എനിക്ക് അവിടുത്തെ എല്ലാ ഷോപ്പല്ല, ഒരുപാട് ഷോപ്പുകൾ. പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്തേക്ക് വന്നതെന്ന് പറഞ്ഞാൽ കൂടുതലും കാസർകോട്ടെ ആളുകളുടെ ഷോപ്പാണ്. അവരാണ് ഈ മദീന സായിദിനെ ഇത്ര ഉഷാറാക്കിയത്. നമ്മളെന്തായാലും പറയണം, കാസർകോട്ടെ കടകളാണ് ഇതിൻ്റെ ഉള്ളിൽ പകുതി മുക്കാൽ ഭാഗം ഉള്ളത്. നമുക്ക് അവിടെ ഇരുന്നിട്ട് സംസാരിക്കാല്ലേ ബാക്കി? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ നമ്മളുള്ളത് മദീന സായിദിനാണ്. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഉച്ചാന്ന് പറഞ്ഞു. ഞാൻ ഷംസു എന്ന് വിളിക്കൂല, ഉച്ച. എൻ്റെ റൂംമേറ്റാണ്, കസിനാന്നും പറഞ്ഞു. അപ്പോൾ മൂപ്പര് എപ്പോഴാണ് ഇവിടെ വന്നത്, UAE വന്നത്? ഞാൻ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2001 മുതൽ UAE അപ്പോൾ ഏകദേശം 19 വർഷമായി. മൂപ്പര് ഇവിടെ കൂട്ടാൻ തന്നെ കാരണം ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അല്ലു അർജുൻ്റെ ഒരു ഫിലിമിൽ അല്ലു അർജുൻ്റെ അച്ഛൻ പറയുന്നത് എന്താടാ 4 കോടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. അതുപോലെയാണ് അച്ഛൻ്റെ ഉപ്പ എപ്പോൾ എന്താടാ മദീന സായിദിൽ പോയിട്ട് ഇരുന്നിട്ടില്ലേ, അതാണ് അവസ്ഥ. എല്ലാ ദിവസവും മദീന സായിദിൽ പോയിട്ട് ഇരിക്കും. ഇപ്പോൾ എൻ്റെ റൂമിലുണ്ടാകുമ്പോൾ ഒരു നേരം അവിടെ വന്നിട്ട് ആ സ്റ്റെപ്പിലിരിക്കണം. അതാണ് മൂപ്പര ക്യാരക്ടർ. അതുകൊണ്ടാണ് മൂപ്പര കുട്ടിയിൽ തന്നെ ഞാൻ ഇവിടെ വരാൻ കാരണം. എന്തുകൊണ്ടാണ് ഈ മദീന സായിദിൽ വന്നിട്ടിരിക്കുന്നത്? മദീന സായിദ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന അബുദാബിയിൽ തന്നെ അബുദാബിൻ്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത് മദീന സായിദാണ്. പിന്നെ ഏകദേശം എല്ലാവരും എത്തിപ്പെടുന്ന ഒരു സ്ഥലം അബുദാബിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ദുബൈയിൽ നിന്നൊക്കെ ആരെങ്കിലും ഈദിൻ്റെ ലീവിനൊക്കെ നാട്ടിൽ നിന്ന് ദുബൈയിൽ നിന്ന് വരുമ്പോൾ അവർ ആദ്യം പറയുന്നത് തന്നെ ഞാൻ മദീന സായിദിലുണ്ടാവും, അവിടത്തേക്ക് വന്നാൽ മതി എന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാവരും, പിന്നെ UAE ഒട്ടുമിക്ക ആളുകൾക്ക് അറിയപ്പെടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് മദീന സായിദ് ഷോപ്പിംഗ് സെന്ററാണ്. മദീന സായിദിൽ വരാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അബുദാബിയിൽ എന്തായാലും ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടോ? പിന്നെ ഇവിടെയുള്ള എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട്. അബുദാബിയിൽ നമ്മൾക്ക് ഇവിടെ ഇതിൻ്റെ അകത്ത് വന്നാൽ തന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ മുഴുവനും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും. പിന്നെ ഇപ്പോൾ ലൂലു വന്ന് 2 സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അല്ലേ? കോപ്പും ലൂലു 2 മെയിൻ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. പിന്നെ ട്രഡീഷണലും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പല സാധനങ്ങളും ഇവിടെ കിട്ടും. പിന്നെ
ഇപ്പൊ മുമ്പ് തന്നെ പറഞ്ഞു, ഞാൻ മുമ്പ് 2010 വിസിറ്റ് വന്നപ്പോ കുറെ ആൾക്കാർ ഇവിടെ ഇരിക്കുന്നതാണ്. അതിപ്പോ കുറവുണ്ടോ? ഇപ്പോൾ അതിന് കുറച്ച് കുറവ് വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ എല്ലാവരും വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റയിലെല്ലാം കൂടുതൽ സമയം ചെലവഴിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ സൗഹൃദത്തിലും കുറച്ച് കോട്ടം തട്ടിയിട്ടുണ്ട്. പിന്നെ എന്നാലും എനിക്ക് തോന്നുന്നത് ഒട്ടുമിക്ക ആളുകൾ ഇപ്പോഴും വരുന്നൊരു സ്ഥലം മദീനസായി തന്നെയാണ്. നമ്മളിപ്പോൾ വാട്സപ്പും ഇന്റർനെറ്റ് വന്നതിന് ശേഷം ആ മുമ്പ് എല്ലാവരും, അതായത് നാട്ടിലത്തെ പ്രവാസികൾ, ഏകദേശം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ആൾക്കാരാണ് മിക്കവരും. അവരിവിടെ വന്നിട്ടാണ് ഏകദേശം ഫ്രണ്ട്ഷിപ്പ് പുതുക്കലും ഇവിടെ വന്നിട്ട് മീറ്റ് ചെയ്യില്ല. ഇന്റർനെറ്റ് ഒന്നും ഇല്ലാത്ത ടൈം ഇവിടെ വന്നിട്ട് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ഉണ്ടാവും നമ്മളെ ആൾക്കാരെ കാണാൻ കഴിയും. ഇപ്പം അത് കുറേ ഭാഗം കുറഞ്ഞല്ലേ? ഇതിപ്പോൾ കുറച്ച് കുറവാണ്. എന്നാലും എനിക്ക് തോന്നുന്നു കണ്ണൂർ കാസർഗോഡ് ഒട്ടുമിക്ക ആളുകളും ഇപ്പോഴും അവരുടെ ബന്ധങ്ങൾ ഇവിടെ നിലനിർത്തുന്നുണ്ട്. അതിന് ഏറ്റവും ഉദാഹരണമായിട്ട് നമ്മളെ മദീനസായിദ് ഷോപ്പിംഗ് സെൻറ്റർ തന്നെയാണ്. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ വിട്ടുന്നത് എപ്പോൾ? ഇപ്പോൾ വിട്ടുനിന്നത് എനിക്ക് തോന്നുന്നു ഈ കൊറോണ സ്റ്റാർട്ടിങ്ങിൻ്റെ ടൈം കുറച്ച് ആൾക്കാർ വിട്ടുനിന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും ആ ടൈമും ഏകദേശം മദീനസായിദിൽ ആൾക്കാർ കുറവായിട്ടുണ്ടായിട്ടൊന്നുമില്ല. ഡെയിലി വരുന്നതിന് എന്തെങ്കിലും കാരണമുണ്ടോ? ഡെയിലി വരുന്നതിന് അങ്ങനെ കാരണമൊന്നുമില്ല. മുമ്പൊക്കെ ഡെയിലി വരുന്നത് വായി നോക്കാനാണ്. ഇപ്പോൾ അതൊക്കെ നിർത്തി. കല്യാണം കഴിഞ്ഞതിന് ശേഷം അതൊക്കെ നിർത്തി. പിന്നെ ഇവിടെ വെച്ചിട്ട് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവം? മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയത്തക്കൊന്നുമില്ല. എന്നാലും ഒരുപാട് ഫ്രണ്ട്സുകളെ കിട്ടും. ഏകദേശം കടയിലുള്ള ആളുകളൊക്കെ എൻ്റെ ഫ്രണ്ടായിട്ട് തന്നെയാണുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ മറ്റേ കാസർകോട്ടെ ഷോപ്പിലൊക്കെ പോയൊക്കെ തന്നെ നമ്മളെ അറിയുന്നത് കൊണ്ട് നല്ല ഡിസ്കൗണ്ട് അവർ നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ നടുക്കില്ല ഭാഗം, മിഡിലുള്ള ഭാഗം ഇപ്പം വന്നതാണ്. അതിപ്പം മുമ്പ് എന്ന് പറഞ്ഞാൽ എക്സിബിഷൻ അല്ല, നമ്മളെന്താ പറയുക, കുട്ടികൾക്ക് കളിക്കാനുള്ള ഗെയിമുകളും അതൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു പണ്ട്. അതിപ്പോൾ ലൂല് വന്നതിന് ശേഷമാണ് കുറച്ച് മാറ്റം സംഭവിച്ചത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കൊറോണൻ്റെ മുമ്പ് അതുപോലെ കുറേ ഗെയിമുകളൊക്കെ തൊട്ട് പിറകിൽ വരുന്നുണ്ട്. അതിപ്പോൾ ഇൻഷാ അല്ലാഹ് എനിക്ക് തോന്നുന്നു കൊറോണ പോയി കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങുന്ന. ഇത് വരുന്നതിന് മുമ്പ് നടുക്കൊരു ഇത് കാലിയായിട്ടുള്ള സ്ഥലം, അതായത് ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസും 2 ബ്ലോക്ക് ഉണ്ടായത്. അത് 2 ബ്ലോക്കാണ്. ഒന്ന് മദീനസായിദ് ഷോപ്പിംഗ് സെന്ററും ഒന്ന് ഗോൾഡ് സെന്ററും. ഗോൾഡ് സെന്റർ ഏകദേശം 70 ഗോൾഡിന്റെ ഷോപ്പ് ഏകദേശം 70 ഗോൾഡ്. അതൊക്കെ അതൊക്കെ മലയാളികളതായിട്ടുള്ള ഗോൾഡ് സെന്റർ അല്ല, ഇറാനികളാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 3 ഗോൾഡ് സെന്റർ വന്നിട്ടുണ്ട് മലയാളികളത്. ഒന്ന് കല്യാൺ ജ്വല്ലറി, മലബാർ ജ്വല്ലറി, പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് ജോയ് ആലുക്കാസും ഓപ്പൺ ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തിൻ്റെ കുറേ ഷോപ്പ്, അതെന്ത് ശരിക്കും സംഭവം? കുറേ നമ്മളെ ഇതിൻ്റെ അകത്ത് തന്നെ കോളനി എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ഷോപ്പിംഗ് സംഭവമുണ്ട്. അതായത് അത് കാസർകോട്ടാറെ മാത്രം കടകളാണ്. അതായത് നമുക്ക് തോന്നുന്ന നാട്ടിലേക്ക് പോകാൻ വേണ്ടി പെൺകുട്ടികൾ ഏറ്റവും ആഗ്രഹിക്കുന്ന കുറേ സാധനങ്ങൾ അവിടെ കിട്ടും. ചീപ്പ് പ്രൈസിൽ മറ്റേ നമുക്ക് എന്താണ് പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ അകത്തുള്ളത്. വാച്ച്, ഇതിന്റെ ഉള്ളിൽ ഞങ്ങൾക്കും വരാൻ ഇഷ്ടമാണ്. അതായത് ഇവിടെ വന്നിട്ട് ഇന്ന് സംസാരിക്കാൻ എല്ലാം ഇഷ്ടമാണ്. ഇതിന്റെ ഉള്ളില് പണ്ട് നമ്മുടെ നാട്ടിലാണ് ഇപ്പൊ കണ്ടുവരാത്ത കുറച്ച് ഷോപ്പുകളുണ്ട്. ഏത് കാസറ്റ് കട, അതെ കാസറ്റ് കട, പിന്നെ അതൊക്കെ ഉണ്ട്. പിന്നെന്താ പറയാനുള്ളത്? പിന്നെ നമുക്ക് ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിന്റെ അകം ഒന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം. നമ്മളുടെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ആ ഷോപ്പിന്റെ ഒക്കെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അത് കണ്ടിട്ട് വരാം. ഇപ്പോൾ ഗെയിമൊക്കെ നടക്കുന്ന സ്ഥലം, എക്സിബിഷൻ പോലെ നടക്കുന്നത് ഈ സൈഡിലാണ്. അതിൻ്റെ പണി ഇപ്പം നടക്കുന്നുണ്ട്. ഇത് വേറൊരു എൻട്രൻസ് ആണ്. ഇതിൽ എൻട്രി ചെയ്താൽ നമുക്ക് എത്തിസ്ലാത്തിൻ്റെ ഓഫീസും അതിന് നേരെ മുമ്പിൽ തന്നെയാണ് കോപ്പിൻ്റെ സൂപ്പർ മാർക്കറ്റൊക്കെ വരുന്നത്. ഇത് നമ്മൾ ബസ് ഇറങ്ങിയാലുള്ള സൈഡിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഇവിടത്തേക്കാണ് ഡയറക്റ്റ് എത്തുന്നത്. ഇവിടെ തന്നെ ചെറിയ ചെറിയ സ്റ്റാളൊക്കെ ഉണ്ട്.
ഷോപ്പിംഗ് സെൻ്ററുടെ ഉള്ളിൽ തന്നെ ഓരോ ഭാഗത്ത് കുട്ടികൾക്ക് കളിക്കേണ്ട ഗെയിമിങ് ഏരിയ ഉണ്ട്. ഇപ്പോൾ കോവിഡ് ആയിക്കൊണ്ട് അതൊക്കെ ക്ലോസ് ചെയ്തിട്ടാണ് ഉള്ളത്. ഇത് നമ്മളൊരു ചങ്ങായിയാണ്. എന്താ പേരെന്താ? അഷ്ഫാഖ്. സ്ഥലം കണ്ട കുറേ കാസർഗോഡ് ആൾക്കാർ തന്നെ ഇവിടെ ഉള്ളത്. ഏകദേശം എല്ലാവരും ഇങ്ങനത്തെ എന്തെല്ലാം ഷോപ്പ് ഇടില്ലത് മെയിൻ മലയാളികള്. പിന്നെ പെണ്ണുങ്ങൾക്ക് വേണ്ട അബായ ഷോപ്പ് ഉണ്ടല്ലോ നേരത്തെ ഇവിടെ വന്നതിനാ പെണ്ണുങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങിയിട്ട് പുറത്തേക്ക് പോകാം. സന്തോഷമായിട്ട് പോകാം അല്ലെ. ഷോപ്പിംഗ് സെന്ററിലേക്ക് കയറേണ്ട. നാട്ടിൽ പോകുന്ന ആളെന്നെ മെയിൻ ആയിട്ട് മലയാളികൾ വരുത്ത്. പിന്നെ ലോക്കൽസ് വരുത്തുണ്ടാ. പിന്നെ എല്ലാരും വരുത്തുണ്ട്. ഇതാ വീടിലെ കളക്ഷൻസ് ഉണ്ടോ. വാച്ച്, പലതരം വാച്ച് ഇവിടെ കാണാം. കൂളിംഗ് ഗ്ലാസ്സും ഉണ്ട്. ഇതാ കൂളിംഗ് ഗ്ലാസ്, വാച്ച് എല്ലാ. പിന്നെ അപ്പം പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഫുള്ള് കാസർഗോഡ് ടീം. അടുത്ത ആളെ കിട്ടിയിട്ടുണ്ട്. എന്താ പേര്? എന്തായി സുഖല്ലേ? അടിപൊളി ബാഗുകളുണ്ട്. നോക്കുക, നല്ല ലൈറ്റ് എത്തുന്ന ബാഗ്, ലൈറ്റ് കത്താത്ത ബാഗ്. പിന്നെ ഇതെല്ലാം എന്താണ്? ഇതെല്ലാം എന്താണ്? ചോക്കുന്ന ലിപ്സ്റ്റിക്ക്, എല്ലാ ഐറ്റംസും ഉണ്ട്. ഏത് ഐറ്റംസും വേണം നമ്മുടെ അടുത്ത് വന്നോ, സ്പെഷ്യൽ ഡിസ്കൗണ്ട്. പെൺകുട്ടികൾക്ക് വേണ്ട പ്രത്യേക ഇടില്ല അല്ലെ. ഐലൈനർ കറുത്ത പെണ്ണിനെ വെളുപ്പിച്ചിട്ടായിരിക്കും നമ്മൾ. വെളുത്ത പെണ്ണിനെ കറുപ്പിച്ചിട്ടായിരിക്കും. അടിപൊളി. ഇപ്പൊ കുട്ടികൾക്ക് പറ്റിയ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇതാ ഇഷ്ടപ്പെട്ടതാണ്. ഇത് നമ്മളെ സ്പൈഡർമാൻ. ഇതൊക്കെയാണ് ഇപ്പോ നമ്മളെ നാട്ടിലെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ. അതൊക്കെ വാങ്ങണമെങ്കിൽ നിങ്ങൾ ഒരൊറ്റ ഷോപ്പിംഗ് മാളിലേക്ക് വന്നാൽ മതി. മദീന സായിദ് സാധനങ്ങൾ മദീന സായിദ് ഗേറ്റ് നമ്പർ 12 നഫാഫ് ഗിഫ്റ്റ് ഷോപ്പിലേക്ക് വന്നാൽ മതി. തുച്ഛമായ വിലയിൽ കൈ നിറയെ സാധനം. ഇതാ ഫുള്ള് സംഭവങ്ങൾ. ഇടാതെ ഫുള്ള് സംഭവങ്ങൾ. ഇതാ നേരത്തെ ഷംസ് പറഞ്ഞ പോലെ ഇവിടെ വരുന്ന പെൺകുട്ടികൾക്ക് പ്രത്യേക തരം ബ്യൂട്ടീഷ്യൻ പ്രൊഡക്ട്സ് എല്ലാം ഉണ്ട്. ഇതാ ഇതിന്റെ എല്ലാ സൈഡും കണ്ടോ, എല്ലാം ഉണ്ട്. ഐലൈനറും ഐബ്രോ ഇതാക്കാനും. നമുക്ക് ഇതിന്റെ ഓരോന്നിനും പേരറിയില്ല, അതുകൊണ്ടാണ് എല്ലാം പറയാത്ത. ലിപ്സ്റ്റിക്ക്, ഡിഫറെന്റ് ഷെയ്ഡിലെ ലിപ്സ്റ്റിക്കും എല്ലാം ഉണ്ട്. പിന്നെ ഇനിയിപ്പോ പ്രത്യേകം പറയാനുള്ളത് മാസ്ക്. എല്ലാ മോഡൽ മാസ്കും എല്ലാം എല്ലാ തരം സാധനം കിട്ടുന്ന മദീന സൈദിൽ വന്നാൽ മതി അല്ലേ. A to Z സാധനം ഞാൻ പറഞ്ഞില്ലേ, കസ്റ്റമൈസ്ഡും ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസും എല്ലാം ഇവിടെ കിട്ടും. പലതരം ഷോപ്സ് ഉണ്ട്, എല്ലാം കാണിച്ചു തരാം. ഇതാ ഷംസുവിന്റെ ചങ്ങായിമാർ 18 വർഷമായില്ലേ കാസർഗോഡ്. ഇടാ ഇതെല്ലാ സാധനങ്ങളും ഇതാ അടുത്താളെ കിട്ടിയിട്ടുണ്ട്. എന്താ പേര്? കുറച്ച് സൗണ്ട് പറഞ്ഞ അത്രക്കും നല്ല സ്ഥലം. കണ്ടാ അടുത്ത കാസർഗോഡാണ്. ഞാൻ പറഞ്ഞിട്ടില്ല ഇടാ ദിഗും കാസർഗോഡാണ്. എത്ര കൊല്ലായി ഇടാ? 4 കൊല്ലായി. ഡയറക്റ്റ് മദീന സായിദിലേക്ക് ആവുന്നത്. അപ്പോ ഇവിടെ മെയിൻ ഗോൾഡ്. കസ്റ്റമേഴ്സ് ലോക്കൽസ് ആണോ അല്ല മലയാളീസ് ആണോ? ഗോൾഡ് വാങ്ങാൻ കാശില്ലാത്തവർക്ക് ഇതുപോലത്തെ സാധനങ്ങൾ ചെറിയ പൈസ കിട്ടും. ഇത് നമ്മളെ തിരൂർ പൊന്നു എന്ന് പറയുന്ന പോലത്തെ സംഭവം. ഇതിനെന്താ പറയലേ? നാട്ടിൽ നിന്ന് വരുന്നതാണ്. ഇതൊക്കെ ചെറിയ പൈസക്ക് ഇവിടെ വന്നാൽ കിട്ടും ചെയ്യും. അത് മാത്രമല്ല ഇത് ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ്. സത്യത്തിൽ ഇങ്ങനെ ഷോപ്പിലേക്ക് അല്ല, എനിക്കറിയുന്ന ഷോപ്പുകളാണ്. ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ്. അതും ചെറിയ പൈസക്ക് കിട്ടും. മോഡൽ സാധനങ്ങൾ, പല മോഡലും സാധനങ്ങൾ, ജ്വല്ലറിയിൽ കാണാൻ പറ്റാത്ത സാധനങ്ങളാണ്. ഇന്ത്യൻ്റെതാണ്. ജ്വല്ലറിയിലൊന്നും ഇതുപോലത്തെ മോഡൽ കാണാൻ പറ്റൂല. എല്ലാ വെറൈറ്റി സാധനങ്ങളും ഇവിടെ കിട്ടും. മദീന സായിദ് ഇത് സ്ഥലത്തിന് എന്താ പറയല്? കോളനി. ഇതാണ് കോളനി. ഇവിടുന്ന് ഏറ്റവും കൂടുതൽ പോകുന്ന സാധനം എന്താ? ഏറ്റവും പോകുന്ന അറബി കസ്റ്റമർ എടുക്കുന്ന സാധനമാണ് മുടിയാണ്. ഇത് കൊള്ളാല കാണിച്ചാ മുടി. വെപ്പുടിയാ
അടിക്കാൻ നോക്കാല ഇതേ നോക്കിയാ വെറൈറ്റി മുടിയുണ്ട് ഒന്നിട്ട് നോക്കി ഉച്ച ഈ കളി കൊള്ളാല ഭ്രാന്തമുടി എന്നാ പറയല്. നാട്ടിൽ പോയാൽ തന്നെ ആളുകൾ നമ്മളെ വളരെ സ്നേഹത്തോടു കൂടി നോക്കുന്നവര് പറയുന്നു. കണ്ണ നോക്കി ഇതെല്ലാം അടിപൊളിയാന്നിട്ടാ. ഇത് കൂടുതൽ നോക്കുന്നുണ്ട് ഇവിടുന്ന് കൂടുതൽ പോകുന്ന ഇത് മാത്രം, മുടി മാത്രം. ഇവിടെ ലോക്കൽ സ്റ്റേറ്റ് കൊടുക്കുന്നത് മുടിയാന്നല്ലോ കേട്ടോ. ഇത് നല്ല പുതിയ അനുഭവം വന്നിട്ടാ. ഞാൻ ഒന്ന് പോക്കില്ല, ഇവിടെ നടന്നിട്ട് പോകുമ്പോൾ വിചാരിക്കും ഇതെല്ലാരും വാങ്ങണ്ട്. പിന്നെ ആഫ്രിക്കൻ മോഡലിന്റെ മുടി, പിന്നെ കളറായിട്ടുള്ള സ്പെഷ്യൽ കളറ്. ഞാൻ ഒന്നുകൂടി പറയട്ടെ, വിചാരിക്കുന്ന പോലല്ല ഈ മുടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന വളരെ ചെറിയ പൈസക്കാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ അത്ഭുതമായി പോകും. ഇത്രയും ചെറിയ ഇതിന് എത്ര റേറ്റ് ഇപ്പൊ നമ്മൾ ഇട്ടോക്കിട്ട് ഏറ്റവും നമ്മളെ മലയാളി കസ്റ്റമർ ആകുമ്പോൾ ചെറിയ വില, 50 ദിർഹംസ്. അപ്പോൾ ഇവിടെ ഡൂവിൻ്റെ ഓഫീസ് ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ട് പോയാലാണ് KMൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ വരുന്നത്. KM സെൻറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ക്ലാസ് ഫുഡ്. അതായത് ക്ലാസ് ഫുഡിൻ്റെ ഒരു ഫുഡ് കോർട്ടാണ്. അത് അറബിക് ക്രിസ്ത്യൻസും എല്ലാ ടൈപ്പ് ഫുഡ് കിട്ടുന്ന ഒരു ഫുഡ് കോർട്ടാണ്. അതവിടെ ഉണ്ട്. ഇതാണ് മദീന സായിദിലെ ഫുഡ് കോർട്ട്. അവിടെ തന്നെ എല്ലാ ടൈപ്പ് ഫുഡ്സും ഉണ്ട്. 2 ഫുഡ് കോർട്ട് ഉണ്ട്. ഒന്ന് ഫസ്റ്റ് ഫ്ലോറിൽ അറബിക് ഏരിയയിലാണ് ഷോപ്പിംഗ് സെൻറ്ററിലെ ഏരിയയിലുള്ളത്. ഒന്ന് ലൂലുവിൻ്റെ മുകളിലുള്ളതാണ് ഫുഡ് കോർട്ട്സ് ഉള്ളത്. ഇതാണ് അത്ര നമ്മൾ ഇഷ്ടമില്ല ടേസ്റ്റിൽ, അതായത് ഇഷ്ടമില്ല മണത്തിൽ ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന ഷോപ്പ്. ഇഷ്ടമില്ല മണം, നമ്മൾ എന്ത് മണം കൊടുത്താലും ഇവർക്ക് ചെയ്യാൻ പറ്റും അല്ലേ? ഏത് മണം കൊടുത്താലും നമ്മൾ ഏതാ മണം കാണിച്ചത് ആ മണത്തിൽ അതാ അതുപോലത്തെ ഇതാണ് എല്ലാം മിക്സ് ചെയ്ത് തരും ഇവിടുന്ന്. നിങ്ങളെ സ്ഥലം എവിടെയാണ്? തൃശ്ശൂർ. പേര്? അതായത് ബ്രാൻഡഡ് സ്പ്രേ നമ്മൾക്ക് വാങ്ങണമെങ്കിൽ ഒരുപാട് കാശ് കൊടുക്കേണ്ടി വരും. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേ സ്മെല്ലുള്ള സ്പ്രേയും അത്തറും ഇവർ ഉണ്ടാക്കി തരുന്നതായിരിക്കും. അതും അതേത് ബ്രാൻഡ് ആണെങ്കിലും സ്മെല്ല് അറബിക് ഫാൻസി ഏത് ടൈപ്പ് ആയെങ്കിലും ചെയ്തുതരാൻ കഴിയുന്ന പറയുന്നത്. ഇത് വരുന്നത് മദീന സായിദില് ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. ഷോപ്പിന്റെ പേര് ഇതാ.
ഇതാണ് ഗോൾഡ് സൂക്കിലേക്ക് പോകുന്ന വഴി. ഇവിടുത്തെ നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയില്ല, കാരണം സെക്യൂരിറ്റി റീസൺ കാരണം വീഡിയോ എടുക്കാൻ കഴിയില്ല. ഏകദേശം 70ഓളം ഷോപ്പ് ഈ ഗോൾഡ് സൂക്കിലേക്ക് ഉണ്ട്. അതാണ് എൻട്രൻസ് വരുന്നത് ഗോൾഡ് സൂക്കിലേക്കില്ല. ഓക്കെ, നമ്മളിവിടെ വന്നിട്ട് ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂറായി. ഇപ്പോൾ ഏകദേശം രാത്രി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പോകുന്നത് മദീന സായിദിൻ്റെ രാത്രിയുള്ള കാഴ്ചകളാണ്. ഇതാണ് നമ്മളുടെ മദീന സായിദ്. ഇതാണ് മദീന സായിദിൻ്റെ രാത്രികാല കാഴ്ച. ഇപ്പോൾ ഇവിടെ എന്തെല്ലോ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം വീഡിയോസൊക്കെ എടുത്ത് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മാനേജർ പറഞ്ഞു അങ്ങനെ ഗോൾഡ് സെൻറ്റർ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ കഴിയില്ല, സെക്യൂരിറ്റി റീസൺ കാരണം. അപ്പോൾ സമ്മതമില്ല ഷോപ്പിൽ നിന്നൊക്കെ വീഡിയോ എടുത്തിന്. അപ്പോൾ വീഡിയോ മദീന സായിദിൻ്റെ ഏകദേശം ഒരു ബ്രീഫായിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ കിട്ടിയിട്ടുണ്ടാവും, ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഉച്ചൻ്റെ ഇൻ്റർവ്യൂ എല്ലാം കണ്ടു. അപ്പോൾ ഈ വീഡിയോ കണ്ടവർ എന്താ ചെയ്യേണ്ടി? ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറും ചെയ്യാൻ മറക്കല്ല. പരമാവധി ഇവന്റെ യൂട്യൂബ് ചാനൽ വിജയിപ്പിച്ചിട്ട് കുറച്ച് കാശെങ്കിലും ഇവന് കാശ് നിങ്ങൾ ചെയ്യണം. അയ്യോ സോറി ഞാൻ കൂളിംഗ് ക്ലാസ് ഇടാൻ പറഞ്ഞു. രാത്രി സാറല്ല, കൂളിംഗ് ക്ലാസ് കൊണ്ടുവന്നതിന് മുതലാക്കണ്ടേ. അപ്പൊ നിങ്ങളെല്ലാവരും ഇവന്റെ വീഡിയോ കണ്ടിട്ട് ഒരു 1200 മണിക്കൂറും കൂടി ഉണ്ട് ഇതിന് വീഡിയോ കാണാൻ. അതും കൂടി കണ്ടു കഴിഞ്ഞാൽ ഇവനക്കൊരു $100 കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളുണ്ട് അറിയിക്കുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ വരെ ബൈ ബൈ. ഓക്കെ, എല്ലാവർക്കും